ചെർപ്പുളശ്ശേരിയിൽ സർക്കാർ വിദ്യാലയത്തിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നത്. 6 മാസം മുൻപേ 6.5 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച മതിലിന്റെ ഭാഗമാണ് തകർന്നത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിൻഭാഗത്ത് പന്നിയംകുരിശി റോഡിനോട് ചേർന്നുള്ള മതിലിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. 3ാം തവണയാണ് സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീഴുന്നത്. കഴിഞ്ഞ വർഷകാലത്തും ഈ മതിൽ ഇടിഞ്ഞു വീണ പരിസരവാസികളും വഴിയാത്രക്കാരും ദുരിതത്തിലായിരുന്നു. പ്രവേശനോത്സവം കഴിഞ്ഞ ദിവസങ്ങൾക്കകമാണ് മതിൽ വീണത്. ഭാഗ്യവശാൽ കുട്ടികളും വഴിയാത്രക്കാരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഫിറ്റ്നസ് നൽകി ദിവസങ്ങൾക്കകമാണ് മതിൽ വീണത് എന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമായി വിലയിരുത്തപ്പെടുന്നു. മതിൽ വീണതിനെ തുടർന്ന് കുത്തിയൊലിച്ചു വന്ന മണ്ണും ചെളിയുമെല്ലാം സമീപത്തെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യം സമീപവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലത്ത് പന്നിയംകുരിശി ഭാഗത്ത് നിന്ന് ഒഴുകിവരുന്ന ശക്തമായ മഴവെള്ളത്തിന് തടസ്സം കൂടാതെ ഒഴുകിപ്പോകുന്നതിന് സ്കൂൾ കോമ്പൗണ്ടിലുള്ള വെള്ളച്ചാൽ നേരെയാക്കണമെന്നും സമീപവാസികൾ ആവശ്യപ്പെടുകയാണ്. 25ഓളം കുടുംബങ്ങളും 100 കണക്കിന് കാൽനടയാത്രക്കാരും സ്ഥിരമായി ആശ്രയിക്കുന്ന റോഡാണിത്. 2 സ്വകാര്യ വിദ്യാലയങ്ങളും ഒരു ആരാധനാലയവും ഈ പ്രദേശത്തുണ്ട്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ റോഡ് തകർന്ന കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ദുസ്സഹമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഹൈസ്കൂളിന്റെ ഈ മതിൽ 15 മീറ്ററോളം റോഡിലേക്ക് വീണ് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഈ ഇന്നലെ പെയ്ത മഴയിൽ ഉള്ള വെള്ളം മുഴുവൻ ഒഴുകി ഞങ്ങളുടെ വീടിനുള്ളിൽ കയറിയും രാത്രി 2 മണിക്ക് ഇവിടെ വളരെയധികം പ്രയാസം അനുഭവിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലവർഷത്തെ സമയത്തും ഇതേ സമയത്ത് ഈ മതിൽ ഇടിഞ്ഞു വീണ് ഇതേപോലെ ദുരിതമുണ്ടായതാണ്. അന്ന് ഇവരോട് ബന്ധപ്പെട്ടവർ പറഞ്ഞതാണ്, നിങ്ങൾ ഈ മതിലിടിയാൻ എന്താണോ കാരണം അതിനുള്ള പ്രതിവിധിയാണ് കാണേണ്ടത്. അല്ലാതെ ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ ഉള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ അടുത്ത മഴയ്ക്ക് ഈ മതിൽ വീണ്ടും വീഴുമെന്ന് ഇതിന്റെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതാണ്. സാധാരണക്കാരന്റെ നികുതി പണം നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്ത ഉത്തരവാദപ്പെട്ടവരെ നിയമത്തിന് മുകളിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റോഡ് ഇപ്പോഴും ഇതിന്റെ ഒരു 20 മീറ്ററോളം ദൂരം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ കാശ് എടുത്തിട്ടാണ് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഇവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. 100 കണക്കിന് കാൽനട യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണിത്. UTV ന്യൂസ്, പാലക്കാട്.